ഡിസോൺ കലോത്സവത്തിൽ തുടക്കം മുതൽ കല്ലുകടി. മാള ഹോളി ഗ്രേസിലെ കലോത്സവ സംഘാടനത്തിൽ മൂന്നാം ദിവസവും പരാതി പ്രളയം. കൃത്യസമയത്ത് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നില്ലെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നുമില്ലെന്നും മത്സരാർത്ഥികൾ. കെട്ടിടങ്ങൾക്കും കെട്ടിട നമ്പറും ഫയർ NOCയും ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി മാള ഗ്രാമപഞ്ചായത്തും അഗ്നിരക്ഷാ നിലയവും കഴിഞ്ഞ മാസം ഹോളി ഗ്രേസ് അധികൃതർക്ക് നോട്ടീസ് നൽകിയിരുന്നതായും പറയുന്നു. ഡിസോൺ കലോത്സവം നടക്കുന്ന മാള ഹോളി ഗ്രേസിൽ സംഘാടകർക്കെതിരെ വീണ്ടും പരാതി. സമയത്ത് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നില്ല, മത്സരങ്ങൾക്ക് സുതാര്യതയില്ല, സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെയില്ല എന്നിങ്ങനെയാണ് പരാതികൾ. മത്സരത്തിന്റെ തുടക്ക ദിനം മുതൽ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉയർന്നിരുന്നു. ഹോളി ഗ്രേസ് അക്കാദമിയിലെ പല കെട്ടിടങ്ങൾക്കും കെട്ടിട നമ്പറും ഫയർ NOCയും ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി മാള ഗ്രാമപഞ്ചായത്തും മാള അഗ്നിരക്ഷാ നിലയവും കഴിഞ്ഞ മാസം ഹോളി ഗ്രേസ് അധികൃതർക്ക് നോട്ടീസ് നൽകിയിരുന്നതായും പറയുന്നു. തലകറങ്ങി വീണ ഒരു മത്സരാർത്ഥി 1.5 മണിക്കൂറോളം കോളേജിൽ കിടന്നുവെന്നും മറ്റു മത്സരാർത്ഥികൾ പറയുന്നു. ഈ ഒരു ഡിബേറ്റ് മത്സരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലം കാണാത്ത രീതിയിലുള്ള ഒരു മത്സരം, കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസോ ടൈം മാനേജ്മെന്റോ ഒന്നും തരാത്ത ഒരു മത്സരമായിരുന്നത്. തുടങ്ങേണ്ട സമയത്ത് 2 മണിക്ക് തുടങ്ങുന്നു പറഞ്ഞ മത്സരം ഇന്ന് തുടങ്ങിയത് 4 മണിക്കാണ്. അതിൽ തന്നെ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ അറിയുന്ന മത്സരം തുടങ്ങിയെന്ന് പോലും. ഈവൻ ഇവിടെ വന്ന ജഡ്ജസ് ആരാണെന്നോ ആ വന്ന ജഡ്ജസിന്റെ ക്വാളിഫിക്കേഷൻ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഒട്ടും ട്രാൻസ്പെറന്റ് അല്ലാത്ത രീതിയിലാണ് ഇന്ന് ഇവിടെ ഒരു മത്സരം നടന്നത്. ഞങ്ങൾ അതിനുള്ളിൽ കയറിയതിനു ശേഷമാണ് അറിയുന്നത് വെറും 5 മിനിറ്റേ ഉള്ളൂ ഡിബേറ്റിൽ നിന്ന്. ഞങ്ങൾ അപ്പോഴും വിചാരിച്ചത് ഒരു മത്സരാർത്ഥിക്ക് ഒരു ടീമിൽ 2 പേരുണ്ടാവും. അപ്പൊ ആ 2 പേർക്കും അവർ പറഞ്ഞു ഒരു ടീം തന്നെയാണ്, ഒരു ടീമിൽ 2 പേരുണ്ടാവും, ആ 2 പേര് തന്നെയാണ് സപ്പോർട്ട് ചെയ്തിട്ട് ഒപ്പോസ് ചെയ്തിട്ട് സംസാരിക്കേണ്ടതെന്ന് അവർ പറഞ്ഞു. അങ്ങനെ അത് തന്നെ പറയുന്നത് ഒരുപാട് സമയത്തിന് ശേഷമാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു വ്യക്തിക്ക് 5 മിനിറ്റും മറ്റേ വ്യക്തിക്ക് 5 മിനിറ്റ്, അങ്ങനെ 10 മിനിറ്റ് ആയിരിക്കും ഒരു ഡിബേറ്റ് എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അതിനുള്ളിൽ കയറിയപ്പോഴാണ് വെറും 5 മിനിറ്റിനുള്ളിൽ തന്നെ 2 പേരും പറയണമെന്നുള്ളത്. കൃത്യമായിട്ടുള്ള ഒരു റെക്കോർഡിംഗ് ഇല്ല, ടാബുലേഷൻ ഇല്ല. ഈ റിസൾട്ട് തന്നെ വന്നത് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ്. ഇന്ന് നടന്ന എല്ലാ മത്സരങ്ങളും ഈ ഒരു രീതിയിൽ തന്നെ, അക്ഷരശ്ലോകമായാലും പ്രസംഗ മത്സരമായാലും എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ. അതുപോലെ ഒട്ടും ട്രാൻസ്പെറന്റ് അല്ലാത്ത രീതിയിൽ ആളുകൾക്ക് കാണാൻ സാധിക്കില്ല. മറ്റുള്ള പാർട്ടിസിപ്പൻസിന് ഓരോ മത്സരാർത്ഥിയുടെ മത്സരം എന്താണെന്ന് പോലും കാണാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഒരുപാട് ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെ കിട്ടുന്ന ഡിബേറ്റുള്ള മത്സരത്തിന് ഒരു വ്യക്തിക്ക് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ, മത്സരാർത്ഥികൾക്ക് പോലും മത്സരം കാണാൻ പറ്റാത്ത ഒരു പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തെങ്കിലും അപകടം നടന്നാൽ മെഡിക്കൽ സപ്പോർട്ട് നൽകുന്നതിനോ ഫയർ റെസ്ക്യൂ ചെയ്യുന്നതിനോ ആരും തന്നെ ഇല്ലെന്നും ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ മോശമായ പെരുമാറ്റമാണ് സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതെന്നും ഇവർ പറയുന്നു. ഞങ്ങളിപ്പോൾ ഡിസോൺ നടക്കുന്ന മാളയിൽ ഹോളി ഗ്രേസ് കോളേജിലാണ് നിൽക്കണേ. പരിപാടികൾ ഇപ്പോൾ വളരെയധികം ലാഗായിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസമായിട്ട് ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇപ്പം ഇന്നലെ തൊട്ട് 9:30 നടക്കേണ്ട പരിപാടി 11:30 നടക്കുന്നത്. ഞാൻ ഏകദേശം ഒരു കുറേ ഐറ്റങ്ങൾക്ക് ഓഫ് സ്റ്റേജ് ഐറ്റങ്ങൾക്ക് ഉണ്ടായിരുന്നു. എനിക്ക് രാത്രി 10:30 വരെ തിരുന്ന് 8.5 മണിക്കൂർ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. നമ്മൾ പ്രോഗ്രാം ചാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ പരിപാടികൾക്ക് ക്ലാഷ് വരുന്നുണ്ട് എന്നുള്ളത് പല കോളേജുകളും വിളിച്ചറിയിച്ചതാണ് സംഘാടക സമിതിനെ. എന്നിട്ട് അതിൽ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു കുട്ടിക്കിപ്പം എന്താ പറയുക, ജോലി ചെയ്യുന്നവർ പോലും ഇത്ര അധികം ടൈം കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യണില്ല. എന്നിട്ട് പോലും നമ്മൾ ഇരുത്തി മാനസികമായിട്ടുള്ള രീതിയിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ്. കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോലും സമ്മതിച്ചിരുന്നില്ല. നമ്മുടെ വാശിപ്പുറത്താണ് ഫുഡ് എത്തിക്കാൻ പോലും നമുക്ക് പറ്റിയിട്ടുള്ളത്. ഫുഡ് പോലും കഴിക്കാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വരയ്ക്കേണ്ടി വരിക, എഴുതേണ്ടി വരിക എന്ന് പറയുന്ന എന്താ പറയുക, ഒരു കുട്ടിക്ക് അവരുടെ പെർഫോമൻസിനെ ഏറ്റവും നല്ല രീതിയിൽ ബെസ്റ്റായിട്ട് പുറത്തു കൊണ്ടുവരാൻ ഉള്ള ഒരു സാഹചര്യവും ഈ ഡിസോൺ കലോത്സവത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ മത്സരം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നലെ രാവിലെ 9:30 നടന്ന മത്സരത്തിൻ്റെ റിസൾട്ട് ഇന്നും വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം നടത്തിയ പല മത്സരങ്ങളുടെയും ഫലം സംഘാടകർ 24 മണിക്കൂറായിട്ടും പ്രഖ്യാപിച്ചിട്ടില്ല. മത്സരാർത്ഥികളെല്ലാം പോയതിനു ശേഷം വൈകിട്ട് മാത്രമാണ് പല മത്സരങ്ങളുടെയും ഫലം പ്രഖ്യാപിക്കുന്നതെന്നും ഇതുമൂലം 1 മണിക്കൂറിനുള്ളിൽ അപ്പീൽ നൽകാൻ സാധിക്കാതെ വരുന്നതായും പറയുന്നു. ഹോളി ഗ്രേസ് അക്കാദമി കോളേജിൽ നടത്തുന്ന കാലിക്കറ്റ് ഡിസോൺ കലോത്സവം സുരക്ഷാ നടപടികൾ ഇല്ലാതെയാണ് നടത്തുന്നതെന്ന് ചൂണ്ടിക്കാട്ടി മാള ഗ്രാമപഞ്ചായത്ത് നേരത്തെ ഹോളി ഗ്രേസ് ചെയർമാന് നോട്ടീസ് നൽകിയിരുന്നു. ഹോളി ഗ്രേസ് കോളേജിൽ ഡിസോൺ കലോത്സവം നടക്കുന്നതിനെ പറ്റിയുള്ള യാതൊരു അറിവും പഞ്ചായത്തിന് ലഭിച്ചിട്ടില്ലെന്നും കെട്ടിട സുരക്ഷയും അനുബന്ധമായ വിഷയങ്ങളും പരിഹരിച്ചതിനു ശേഷം മാത്രമേ കലാപരിപാടികൾ നടത്താൻ പാടുള്ളൂ എന്നും നോട്ടീസിൽ പറയുന്നു. ഹോളി ഗ്രേസ് അക്കാദമിയിലെ പല കെട്ടിടങ്ങൾക്കും കെട്ടിട നമ്പറും ഫയർ NOCയും ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്തും മാള അഗ്നിരക്ഷാ നിലയവും കഴിഞ്ഞ മാസം ഹോളി ഗ്രേസ് അധികൃതർക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഇതൊന്നും പരിഹരിക്കാതെയാണ് മാള ഗ്രാമപഞ്ചായത്തിനെയും അഗ്നിരക്ഷാ നിലയത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും ജീവന് യാതൊരു വിലയും നൽകാത്ത രീതിയിൽ ഇവിടെ ഡിസോൺ കലോത്സവം നടത്തുന്നത്.
സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് അപകടം ഒഴിവാക്കാൻ ശ്രമിക്കാതെ അപകടം നടന്നാൽ അത് കോളേജിന്റെ ഉത്തരവാദിത്തമായിരിക്കുമെന്നാണ് പഞ്ചായത്ത് ഹോളി ഗ്രേസ് അധികൃതരോട് അറിയിച്ചിരിക്കുന്നത്. മീഡിയ ടൈം, മാള.